സാധാരണ നമ്മൾ പിണ്ടി ഡെക്കറേഷൻസ് കാണാറുള്ളത് സ്റ്റിൽ മോഡൽസ് ആയിട്ടാണ്. പക്ഷേ ഇപ്രാവശ്യം ഒരു വെറൈറ്റി പിണ്ടി ഡെക്കറേഷൻ്റെ അടുത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോഴുള്ളത് വല്ലപ്പാട് ഇടവകയിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ നോക്കി എന്ത് ഭംഗിയാണല്ലേ, പറക്കുന്ന ഒരു പൂമ്പാറ്റേനെയാണ് പിണ്ടി ഡെക്കറേഷൻ്റെ മോഡലിൽ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ ചെയ്തെടുത്തത് കളത്തിങ്കൽ ജോസഫ് ചേട്ടനാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ചതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്നാൽ അത്ര തന്നെ ഭംഗിയായിട്ടുള്ള ഒരു മോഡലാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം വല്ലപ്പാടിയിൽ വർക്കിംഗ് മോഡൽസ് ആയിട്ടാണ് പിണ്ടി ഡെക്കറേഷൻസ് കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവന് ഒരെണ്ണം കൂടിയുണ്ട്. നമുക്ക് കരുത്തി സിംസൺ ചേട്ടൻ്റെ വീട്ടിലും ഒരു പ്രാവിൻ്റെ രൂപത്തിൽ, പ്രാവ് കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നതായിട്ടുള്ളൊരു രൂപത്തിലാണ് പിണ്ടി ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും എന്താ ഇനി വരുന്ന വർഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും പ്രചോദനം നൽകുന്ന ഒരു മോഡലാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും എന്താ പറയുക ഇത്തരത്തിൽ ചെയ്തെടുക്കാൻ കഴിവുള്ളവർ തീർച്ചയായും ഈ ഒരു മോഡല് നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. നല്ല വെറൈറ്റി ഒരു ഫ്ലവർ വേസ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവർ വേസ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് മാമ്പ്രക്കാരൻ സുഭാഷ് ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ സുഭാഷ് ചേട്ടൻ്റെ ഭാര്യയും മോനും മോള് അമ്മായിയൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഐഡിയ വന്നിട്ടുള്ളത് ആരുടെ കയ്യിൽ നിന്നായിരിക്കും? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലൂ തോന്നുന്നുണ്ട് ആരായിരിക്കും ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്ത മാസ്റ്റർ ബ്രെയിൻ? അപ്പോൾ അത് വേറെ ആരുമല്ല, അത് സുഭാഷ് ചേട്ടൻ്റെ മോനാണ്. ഇവൻ്റെ പേര് എന്താണ്? എഫ്രോൺ എന്നാണ് അവൻ്റെ പേര്. ഇവനുണ്ടല്ലോ 10ാം ക്ലാസ് എഴുതിക്കൊണ്ട് SSLC സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ബോർഡ് എക്സാമിനെ ഫേസ് ചെയ്യാൻ പോകുന്ന ആളാണ്. എന്നിട്ട് പോലും ഇത്ര റിസ്ക് എടുത്ത് നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഇത് നല്ല ഭംഗിയിലൊരു പിണ്ടി ഡെക്കറേഷൻ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഒപ്പം ചേച്ചിയുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ചേച്ചി മോളുടെ പേരെന്താ? ആൽഫിയ എന്താ ചെയ്യണേ? ഫസ്റ്റ് ഇയർ BSc ഒപ്റ്റോമെട്രി ആണ് പഠിക്കണേ. അപ്പോൾ ചേച്ചിയും അനിയനും ഇതാ അമ്മയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ 3 പേരും കൂടി നല്ല എഫേർട്ട് എടുത്തിട്ട് നല്ലോണം അധ്വാനിച്ചിട്ട് തന്നെയാണ് ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഈ ഫ്ലവേഴ്സൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ലുക്കാണല്ലേ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേമാതിരി ഈ താഴെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രസമായിട്ട് ഈ കളർ കോമ്പിനേഷൻ കിടു ഒന്നും പറയാനില്ല, സൂപ്പറായിട്ടുണ്ട്. കളർ കോമ്പിനേഷൻ ആരുടെ ഐഡിയാണ്? അവൻ്റെ തന്നെയാണോ? അമ്മയുടെ കളർ കോമ്പിനേഷന് പുറകിലപ്പോൾ അമ്മയുടെ ബ്രെയിൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ മോനാണ് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത് അല്ലേ, സൂപ്പറായിട്ടുണ്ട്. സാധാരണ നമ്മൾ കാണുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലവർ വേസാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും കൂടി കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇതാ ഇങ്ങനെ ഒരു പിണ്ടി ഡെക്കറേഷൻ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പിണ്ടി ഡെക്കറേഷൻ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ പിണ്ടി ഡെക്കറേഷൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ഒരു ഡെക്കറേഷനാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് സമ്മാനം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഒപ്പം എല്ലാ ആശംസകളും, തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാ ഇടവകാംഗങ്ങൾക്കും ഇവർക്കും പ്രത്യേകിച്ച് ഏറ്റവും ആത്മാർത്ഥമായി നേരുന്നു. ഒപ്പം ദാ നമ്മുടെ SSLC എക്സാം എഴുതാൻ പോകുന്ന മോനും എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. ഫ്ലവർ വേസും കൂടെ നല്ല ഭംഗിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മത്സരത്തിന് ഉള്ളതാണ് അല്ലേ, കോമ്പറ്റീഷൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ള ആളാണ് ഇതേ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. ചേതലൻ ദേവസികുട്ടി ചേട്ടൻ്റെ മകൻ ഡിഗിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ, ഡിഗിൽ വർക്ക് ചെയ്യുന്നത് സൗദിയിലാണ്. അപ്പോൾ ഈ ഒരു പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് 5 ദിവസം മുമ്പ് ഡിഗിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. വെറും 2 ദിവസം കൊണ്ടാണ് ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് എന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ പെരുന്നാളിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സാധാരണ നമ്മൾ എന്താ വിചാരിക്കാം, അതിനൊന്നും സമയമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് കൂടുതലുണ്ടാവുക. പക്ഷേ ഇത്രയും തിരക്കിൻ്റെ ഇടയിലും ഡിഗിൽ ഇത്ര ഭംഗിയായിട്ട് ഒരു പിണ്ടി ഡെക്കറേറ്റ് ചെയ്തെടുത്തു എന്നുള്ളത് ഡിഗിൽ എത്ര അഭിനന്ദിച്ചാലും പറ്റാതെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താണ് ഇത് കഴിഞ്ഞ്
മാർച്ച് 10th റിട്ടേൺ പോവുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു പെരുന്നാളിന് എന്ത് ഡെക്കറേഷൻ ചെയ്യണം എന്നുള്ള ആലോചനയോടുകൂടിയാണ് ഇവിടുന്ന് പോകുന്നതെന്ന് തോന്നുന്നത്. അല്ല എല്ലാ കൊല്ലം ചെയ്യാറുണ്ട് തോന്നുന്നു. എല്ലാ കൊല്ലം വെറൈറ്റി ഒരു പിന്നി ഡെക്കറേഷൻ ചെയ്യാന്നുള്ളത് ഡിഗ്രിയിൽ തീരുമാനിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നാട്ടിലുള്ളപ്പോഴും ചെയ്യാറുണ്ട്. ഓക്കെ, നാട്ടിലുള്ളപ്പോഴും ഡിഗ്രിയിൽ നന്നായിട്ട് തന്നെ പിന്നി ഡെക്കറേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ അത്ര ഭംഗിയായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലവറുകളാണെന്നുണ്ടെങ്കിലും ഈ ഒരു പോർഷൻ ആണെങ്കിലും എത്ര പെർഫെക്ഷനോട് കൂടിയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ആരൊക്കെയാണ് ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്? അത് ശരി, 3ാം ക്ലാസ്സുകാരിയാണ് ഡിഗ്രിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടുതൽ ലിൻസിന്റെ ഇവിടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. നമ്മൾ വീഡിയോയിലേക്ക് വരാൻ വിളിച്ചിട്ട് മമ്മി ഇവിടെ ഓക്കെ, മമ്മി അങ്ങനെ ക്യാമറയുടെ മുൻപിൽ വരാനായിട്ടൊരു ചമ്മൽ കാരണം കൊണ്ടാണ് വരാത്തത്. അപ്പൊ മമ്മിയും ഡിഗിലും കൂട്ടുകാരനും ചേച്ചിയുടെ മോളും എല്ലാവരും കൂടെ ഈ ഒരു പിന്നി ഡെക്കറേഷൻ സൂപ്പർ ആക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോ എടുത്ത സമയത്ത് ഡിഗിലിനെ സഹായിച്ച സുന്ദരി കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ കുറച്ച് പർച്ചേസ് ഒക്കെ ആയിട്ട് ഇതാ പുറത്ത് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഡിഗിലിൻ്റെ പെങ്ങളാണ്, പെങ്ങളുടെ മോള് അല്ലേ ഇതാരാണ്? കൂട്ടുകാരിയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവളാണ് ഇതാ നമ്മുടെ ഡിഗിലിന് കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആള്. അപ്പോൾ ഇവളുടെ അടുത്ത് വന്നപ്പോഴേ ഇവൾ ആദ്യമേ പറഞ്ഞ് ഞങ്ങളെല്ലാ വീഡിയോസും കാണാറുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇവളെ കാണിച്ചില്ലെങ്കിൽ നമ്മൾ തല്ലില്ലേ? അപ്പോൾ അത് കാരണം കൊണ്ട് എന്തായാലും സുന്ദരി കുട്ടികളെ കാണിച്ചിട്ടേ നമ്മൾ വീഡിയോ അത് അവസാനിപ്പിക്കുന്നുള്ളൂ എന്നങ്ങ് തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ഇവളുടെ പേരാണ് ആൻമരിയ, ഇവളുടെ പേര് ഡിയോണ, ഇത് നമ്മുടെ ആബേല് അല്ലേ? ആബേല്. അപ്പോൾ അത് ഇവരെല്ലാവരും പെങ്ങളും അല്ലേ? എല്ലാവരും പെങ്ങളുടെ വീട് എവിടെയാണ്? അത് ചേട്ടനോട് പാലക്കാട് മംഗലം ഡാമിലാണ്. അത് ശരി, പാലക്കാട് ഭാഗത്താണ്. അപ്പോൾ അവിടെ നിന്നാണ് പെരുന്നാൾ കൂടാനായിട്ട് സ്വന്തം വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാ എല്ലാവരും നല്ല സൂപ്പറായിട്ട് പിന്നി ഡെക്കറേഷൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷവും അകലെ സഹായിക്കാനായിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി വീഡിയോസ് എല്ലാം കാണാം കേട്ടോ. വീഡിയോസ് എല്ലാം കാണാണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എല്ലാവർക്കും അതാ നമ്മുടെ കുട്ടീസിനെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത്. ഡിഗിലിന്റെ പെങ്ങളുടെ മൂത്ത മോനാണ് കേട്ടോ അൽഫോൻസ്. ഇവനിപ്പം തന്നെ അതേ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളൂ. പെരുന്നാളിന്റെ തിരക്കിൽ ഇങ്ങനെ ഓടി നടക്കായിരുന്നു. അപ്പോൾ അൽഫോൻസിന്റെ വിളിക്കുന്നത് അപ്പു എന്നാണ്. അപ്പോൾ അപ്പുവിനൊരു ചാനലുണ്ട്, ഗെയിമിംഗ് ചാനലാണ് അല്ലേ? അപ്പോൾ എന്നാ ചാനലിന്റെ പേരെന്നുള്ളത് പറഞ്ഞേ? അത് പോയോ? എന്നാലും പേര് പറഞ്ഞോ? ഗെയിമിംഗ് അപ്പു എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് കേട്ടോ ഇവന്. അപ്പോൾ ഒരു യൂട്യൂബറാണ്, ഒരു കുട്ടി യൂട്യൂബറാണ്. ഇത് നമ്മുടെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവനും ഉണ്ടായിരുന്നു അല്ലേ പിന്നി ഡെക്കറേഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി കുറേ കുട്ടികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരെല്ലാവരും പിന്നി ഡെക്കറേഷന് സഹായിക്കാനായിട്ടുണ്ടായിരുന്നവരാണ്. അത് ശരി, നല്ല കുട്ടികളാണ് കേട്ടോ. അപ്പോൾ നല്ല ഇങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്ത് നല്ല മിടുക്കന്മാരായിട്ടൊക്കെ വേണം വളരാനായിട്ട്. ഓക്കെ, അപ്പോൾ സൂപ്പർ. അപ്പോൾ ശരി, ഇനിയും ഉണ്ട് കേട്ടോ കുറേ പിന്നി ഡെക്കറേഷൻസ് നമുക്ക് ഇവിടെ കാണാനുണ്ട്. വല്ലപ്പാടി ഇടവക ചെറിയൊരു ഇടവകയാണ് അല്ലേ? 260 വീട്ടുകാരേ ഉള്ളൂ. പക്ഷേ സൂപ്പറായിട്ട് എല്ലാവരും ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം.